പ്രിയമുള്ളവരെ, ഞാൻ ഉബൈദുള്ള മോട്ടിവേഷൻ സ്പീക്കറാണ്, കൗൺസിലറാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം, മക്കൾക്ക് അമിതമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്താൽ, അമിതമായിട്ട് അവർക്ക് പണം കൊടുത്താൽ അവർ ചെന്നെത്തിപ്പെടാൻ ഇടയുള്ള ചില ചതിക്കുഴികളുണ്ട്. അത് നമ്മൾ ഒരിക്കലും അറിയാതെ പോകരുത്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും, കേട്ട് കാണും. പേരമകൻ വല്യുമ്മയെയും വല്യുപ്പയെയും കൊന്നൊരു കഥ അറിഞ്ഞിരുന്നോ നിങ്ങൾ? 26 വയസ്സുള്ള അക്മൽ എന്നൊരു ചെറുപ്പക്കാരൻ വല്യുമ്മയെയും വല്യുപ്പയെയും കൊന്നു. എങ്ങനെ അറിയോ? എന്താണ് ആ കുട്ടിയെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഘടകം അറിയോ? ആ കുട്ടിക്ക് 4 വയസ്സുള്ളപ്പോ ആ കുട്ടിയുടെ പിതാവ് മരിച്ചുപോയി. ഉമ്മ ചെറുപ്പാണ്. ആയതുകൊണ്ട് തന്നെ ഏതാനും മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഉമ്മക്ക് വേറൊരു വിവാഹാലോചന വന്നു. ഉമ്മയെ വേറെ ആൾ കല്യാണം കഴിച്ചു. അപ്പൊ ഈ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല വല്യമ്മക്കും വല്യപ്പക്കുമായി വന്നു. വല്യമ്മയും വല്യപ്പയും മക്കളെ പരിപാലിക്കുമ്പോൾ അമിതമായിട്ട് ലാളിക്കും, അമിതമായിട്ട് സ്നേഹിക്കും. ആ സാധുവായ വല്യമ്മയും വല്യപ്പയും പൊന്നുമോനെ വളർത്തി, വേണ്ടതിനപ്പുറം പണം കൊടുത്തു, നല്ലവണ്ണം പഠിപ്പിച്ചു, നല്ല സ്നേഹിച്ച് വളർത്തി വലുതാക്കി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായത്, പ്രിയപ്പെട്ട പൊന്നുമോന് ലഹരി മാഫിയയിൽ കണ്ണിയായിട്ടുണ്ട്, മാരകമായ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അറിഞ്ഞപ്പോഴേക്കും സ്റ്റേജ് വിട്ടിരുന്നു. പിന്നീട് ആകെയുള്ളൊരു പ്രതീക്ഷ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ആക്കുക എന്നുള്ളതാണ്. ആ പാവപ്പെട്ട വല്യുമ്മയും വല്യുപ്പയും ചേർന്ന് ആ പൊന്നുമോനെ അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ ലഹരി അഡിക്റ്റിൽ നിന്നും അവനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ സെന്റർ കൊണ്ടുപോയി മാസങ്ങൾ അവിടെ കഴിയേണ്ടി വന്നു. അവിടെ നിന്നും പുറത്തിറങ്ങിയ പൊന്നുമോനെ വീട്ടിൽ വന്നിട്ട് വല്യുമ്മയോടും വല്യപ്പയോടും വഴക്കുണ്ടാക്കി. അങ്ങനെ സ്നേഹിച്ച് പോറ്റി വളർത്തിയ വല്യുമ്മയെ ചെടി വെട്ടുന്ന കത്രിക കൊണ്ടിട്ട് ആ മോൻ കഴുത്തിൽ വെച്ചിട്ട് ഈ ശിരസ് മുറിച്ചെടുത്തു, കോണിയുടെ സ്റ്റെപ്പിൽ കൊണ്ടുപോയി വെച്ചു. വല്യപ്പയെ അവിടെ തള്ളി വീഴ്ത്തിയിട്ട് വെട്ടിക്കത്തുകൊണ്ട് കഴുത്ത് മൂർന്നിട്ടൊരവസ്ഥയിലാണ് പോലീസ് വന്ന് വാതിൽ ചവിട്ടി തുറന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. വല്യമ്മയുടെ തല കോണിയുടെ സ്റ്റെപ്പിൽ മുകളിൽ വെച്ചത് കൊണ്ട് താഴെ വരെ സ്റ്റെപ്പിലൂടെ രക്തം വാർന്നു നിൽക്കുന്ന നിലയിലായിരുന്നു. ഈ ഒരു കുറ്റകൃത്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അക്ഷരാർത്ഥത്തിൽ ആരെയും ഞെട്ടിക്കുന്ന ഒന്നാണ്. ഈ വല്യമ്മയും വല്യപ്പയും പൊന്നുമോനെ ദ്രോഹിച്ചിട്ടില്ല, സ്നേഹിക്കുക ചെയ്തിട്ടുള്ളൂ, അതോ അമിതമായിട്ട്. ഈ അമിതമായത് കൊണ്ട് തന്നെ മകൻ ചെന്നെത്തിപ്പെട്ടത് വലിയ ലഹരി മാഫിയുടെ കണ്ണികളിലായിരുന്നു. പിന്നീട് ആ മോനെ തിരുത്താൻ ശ്രമിച്ചപ്പോൾ ആ കുടുംബത്തിൽ ദുരന്താണ് ഉണ്ടായത്. ആയതുകൊണ്ട് നമ്മുടെ പൊന്നു മക്കളെ ശ്രദ്ധിക്കണേ. മക്കൾ തെറ്റിലേക്ക് പോകുന്ന വഴി അടക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യം, ഏറ്റവും എളുപ്പം. പക്ഷേ തെറ്റിലേക്ക് പോയതിനു ശേഷം അവരെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും. ആയതുകൊണ്ട് ശ്രദ്ധിക്കണേ. മക്കളാണ് നമ്മുടെ പ്രതീക്ഷ, മക്കളാണ് നമ്മുടെ സ്വപ്നം. ഇങ്ങനൊരു 26-കാരൻ നമ്മുടെ മകനാവാതിരിക്കാൻ ഇപ്പോഴേ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.